നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ത്യൻ വ്യോമസേന എന്നും നമ്മുടെ ഒരു അഭിമാനമാണ്. ഇപ്പൊ നമ്മുടെ മാത്രമല്ല, ലോകത്തിന്റെ മൊത്തം അഭിമാനവും ഒരു പേടി സ്വപ്നവും ഒക്കെ മാറിയിരിക്കുകയാണ്. വ്യോമസേന മാത്രമല്ല, തകർത്തെറിഞ്ഞല്ലേ പാക് ആണവ കേന്ദ്രങ്ങളിലൊക്കെ പോയി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര അമേരിക്കയുടെ F-16 വിമാനങ്ങൾ എത്ര നശിച്ചെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. വ്യോമ സൈനിക താവളങ്ങൾ, ചൈനയുടെ വിമാനങ്ങള്, അമേരിക്കയുടെ ഒരു വിമാനം തകർന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവിടുന്ന കണക്ക്. ചൈനയുടെ എത്രയെന്ന് കണക്കില്ല. പക്ഷെ ചൈനയുടെ വിമാനങ്ങൾ തകർന്നതിന്റെ ഭാഗങ്ങൾ, തകർന്നു വീണ ഭാഗങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ നമ്മൾ പകർത്തിയിട്ടുണ്ട്. സാറ്റലൈറ്റ് ഉപയോഗിച്ച് ആ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. അവിടുത്തെ നുങ്കൂർ വിമാനത്താവളം ഒക്കെ നൂർഖാൻ സമ്പൂർണ്ണമായിട്ടും തകർന്നു. 4-5 വർഷം എടുക്കും കുഴി അടയ്ക്കുന്ന. ഇടയ്ക്ക് നമ്മൾ വന്നല്ലോ ജെഡി വാൻസ് US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇറാനുമായുള്ള ചർച്ചകൾക്കായിട്ട് സന്ധി സംഭാഷണങ്ങൾക്ക് പാകിസ്ഥാനിൽ വന്നിരുന്നല്ലോ. അപ്പോൾ ആദ്യം വന്നിറങ്ങിയത് ഈ നൂർഖാൻ വ്യോമത്താവളത്തിലാണ്. അപ്പോൾ അന്ന് അവിടെ ചിത്രങ്ങൾ വന്നപ്പോൾ കുഴി അടയ്ക്കുന്ന സൈനികരെ കണ്ടു. അതായത് റൺവേയിലെ കുഴികൾ അടയ്ക്കുക. നമ്മുടെ റോഡിൽ PWDക്കാർ നമ്മുടെ വലിയ റോഡ് റോഡർ കൊണ്ട് ചെയ്യുന്നത് പോലെ കുഴി അടച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഭീകരത ലോകത്തിന് മനസ്സിലായത്. അതുപോലെ ഈ കിരാന കുന്നുകളിലെ വലിയ ബങ്കറിനുള്ളിലാണ് അമേരിക്കൻ ആണവായുധങ്ങൾ വളരെ സുരക്ഷിതമായി വച്ചിരുന്നത് പാകിസ്ഥാൻ. ആ കിരാന കുന്നുകളെല്ലാം നിരപ്പാക്കി ഈ ബങ്കർ വരെ ആക്രമിക്കപ്പെട്ടു. നമ്മുടെ മിസൈലുകൾ ചെന്നു. അതായത് ഇതിൻ്റെ ഈ ആണവ ഇത് സൂക്ഷിച്ചിരുന്നതിന്റെ വളരെ തൊട്ടടുത്ത് ഇതെത്തി എന്നുള്ളതാണ്. വാർഹെഡ്സ് എല്ലാം അവർ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു അവിടെ. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ആക്രമണം അഴിച്ചുവിട്ടതും നാശനഷ്ടമുണ്ടാക്കിയത് നമുക്ക് ഇന്ത്യൻ പോർ വിമാനങ്ങളാണ്, ഇന്ത്യൻ എയർഫോഴ്സാണ്. ഇപ്പോഴും ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളിൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേന റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പിന്നെ നമ്മുടെ റഫാലിന്റെ ഒരു യൂണിറ്റ് തന്നെ പഞ്ചാബിൽ ഉണ്ട്. പഞ്ചാബിലുണ്ട്, കാശ്മീരിലും അത് വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹസിമാരയിൽ വിന്യസിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഉദ്ധംപൂരിലെ വ്യോമത്താവളം എയർബേസ് തകർത്തു എന്നാണ് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത്. പക്ഷെ തൊട്ട് പിറ്റേന്ന് മോദി അവിടെ ചെന്ന് ഇറങ്ങി, ആ എയർബേസിൽ ഇറങ്ങി ലോകത്തെ മുഴുവൻ കാണിച്ചു. ഇവിടെ ഒരു പുൽക്കൊടിക്ക് പോലും ഒരു കേടും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു. ഇത്തരത്തിൽ ശക്തി ഇപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ ആഗോള റിപ്പോർട്ട് പ്രകാരം WDMMA ആ റിപ്പോർട്ട് പ്രകാരം, അതായത് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ്, ഇതിൽ കഴിവ് കൊണ്ടും സംഘടനാ ശക്തി കൊണ്ടും, എണ്ണം കൊണ്ടല്ല, വിമാനങ്ങളുടെ എണ്ണമൊന്നുമല്ല എടുക്കുന്നത്. അല്ല, ഈ 100 വിമാനം അതിന് വേറൊരു പാരാമീറ്റർ ഉണ്ട്. ചൈനയ്ക്ക് 100 വിമാനം, ഇന്ത്യക്ക് 20 വിമാനം കാര്യമില്ല. ഇന്ത്യയുടെ ഒരു വിമാനം മതി. പാകിസ്ഥാന് 50 ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു വിമാനം മതി ചെന്ന് ജോലി ചെയ്ത് തിരിച്ച് പണിയെടുക്കുന്ന ഒരു വിമാനം. അപ്പൊ ആ കണക്കിലാണ് ഇവരുടെ ഈ പട്ടിക. ഇന്ത്യൻ വ്യോമസേന 3-ാം സ്ഥാനത്ത്. അതായത് 5 വർഷമായിട്ട് ചൈന പിന്നിലാണ്. 2022 മുതൽ ചൈന പിന്നിലാണ്. ഇപ്പൊ ചൈന ഇന്ത്യയുടെ തൊട്ട് പുറകിലാണ്. 5 വർഷമായിട്ട് ചൈനീസ് എയർഫോഴ്സിന് ഇന്ത്യയെ അതായത് ഇന്ത്യക്ക് മുന്നിൽ സത്യത്തിൽ അമേരിക്കയും റഷ്യയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ ഈ അമേരിക്കയും റഷ്യയുടെയും ഈ സേനാ വിന്യാസം, അവരുടെ കൈവശം ഇരിക്കുന്ന വിമാനങ്ങൾ, അതുപോലെ ഈ പിന്നെ കപ്പലുകളിൽ നിന്ന് പറന്നുയരുന്ന വിമാനങ്ങൾ, പോർ വിമാനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഉള്ള കണക്കാണ് അത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ റഷ്യ, അമേരിക്ക കഴിഞ്ഞ പിന്നെ ഇന്ത്യ, അതിൽ ഈ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഇതെടുക്കുമ്പോൾ, അതായത് വിമാനവാഹിനി കപ്പൽ ബേസ് ചെയ്തിട്ടുള്ള കണക്കുണ്ട്. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇന്ത്യ 6-ാം സ്ഥാനത്താണ്, ചൈന 7-ാം സ്ഥാനത്താണ്. അതിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ. ഏറ്റവും കൂടുതൽ അമേരിക്കൻ, US ഈ പറഞ്ഞ പോലെ മറൈൻസ്, US എയർഫോഴ്സ്, റഷ്യൻ, അത് കഴിഞ്ഞിട്ട് റഷ്യ. അങ്ങനെ ആദ്യത്തെ 5 സ്ഥാനങ്ങൾ ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ പങ്കിട്ടെടുക്കുക. 6-ാം സ്ഥാനത്ത് ഇന്ത്യൻ വ്യോമസേന വരികയാണ്. 7-ാം സ്ഥാനത്താണ് ചൈന വരുന്നത്. പാകിസ്ഥാൻ 18-ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഞാൻ ആ റിപ്പോർട്ട് വായിക്കാം. ആ റിപ്പോർട്ട് വളരെ രസകരമാണ്. ഈ ആഗോള വ്യോമസേന കരുത്തിനെക്കുറിച്ച് വിശകലനം ചെയ്ത് വളരെ പഠിച്ച് അവരുടെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ WDMMA എന്ന് പറയുന്ന വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ്
ഓരോ വർഷവും റിപ്പോർട്ട് പുറത്തു വിടുന്നത്. അപ്പോൾ ഇവർ മുമ്പും ഈ റിപ്പോർട്ടുകൾ പുറത്തു വിട്ടിരുന്നു, അന്നുമൊക്കെ ഇത് ചർച്ചയായിട്ടുണ്ട്. അതിൽ ഈ 2026 ഗ്ലോബൽ എയർ പവേഴ്സ് റാങ്കിങ് എന്ന് പറഞ്ഞ ഒരു റാങ്കിങ് കൊടുത്തിട്ടുണ്ട്. ആ റാങ്കിങ്ങിലാണ് ഇന്ത്യ ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്, 3-ാം സ്ഥാനത്തെത്തിയത്. വെറും നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ വെറും വിമാനങ്ങളുടെ എണ്ണം മാത്രം നോക്കാതെ ഈ വ്യോമസേനകളുടെ സാങ്കേതിക ആധുനികവൽക്കരണം, അതുപോലെ ലോജിസ്റ്റിക്സ്, കാരണം ഇത് സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഈ ലോജിസ്റ്റിക്സ് പിന്തുണ, ആക്രമണ പ്രതിരോധ ശേഷികൾ, ആക്രമിക്കൽ മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെ പ്രതിരോധിക്കുന്ന ശേഷികൾ, അതുപോലെ തന്നെ വ്യോമവ്യൂഹത്തിൻ്റെ വൈവിധ്യം, എന്നുവെച്ചാൽ ഏതൊക്കെ തരത്തിലുള്ള വിമാനങ്ങൾ, അതിലേതൊക്കെ മിസൈലുകൾ ഘടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ സ്റ്റെൽത്ത് വിമാനങ്ങൾ, റഡാറിൻ്റെ കണ്ണിൽ പെടാതെ പറക്കാൻ കഴിയുന്ന വിമാനങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഈ സൂപ്പർ സോണിക് അങ്ങനെയൊക്കെയുള്ള മിസൈലുകളുണ്ടല്ലോ. ഈ വിവിധതരം മിസൈലുകളിൽ ഏതൊക്കെയാണ് ബ്രഹ്മോസ് ഘടിപ്പിക്കാൻ പറ്റുന്ന പല വകഭേദങ്ങൾ, അത് ഘടിപ്പിക്കാൻ പറ്റുന്ന, അതുപോലെ ഇപ്പോൾ ആകാശ് മിസൈല് അത് ഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള അതെ. അപ്പൊ ഇങ്ങനെയുള്ള വൈവിധ്യം, അപ്പൊ സേനാവ്യൂഹത്തിലെ വ്യോമസേനയിലെ വൈവിധ്യം, അത് എല്ലാം ഇതൊക്കെ സൂക്ഷ്മമായി വിലയിരുത്തിയാണ് ഈ ഒരു ട്രൂ വാല്യൂ റേറ്റിംഗ് എന്നൊരു പ്രത്യേക ഫോർമുലയുണ്ട് അവർക്ക്. അതിൻ്റെ സാങ്കേതിക വിവരങ്ങൾ അവർ പുറത്തു വിട്ടിട്ടില്ല. ഈ ട്രൂ വാല്യൂ റേറ്റിംഗ് ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ ഈ റാങ്കിങ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ പോയിൻ്റ് ഉണ്ട്. അതിൽ ഈ വിലയിരുത്തലിൽ ഇന്ത്യയുടെ ഈ TVR സ്കോർ എന്ന് പറയുന്നത് 69.4 ഇന്ത്യൻ വ്യോമസേനയുടെ. അതേസമയം നമ്മുടെ തൊട്ടയൽ രാജ്യവും വലിയ സൈനിക ശക്തിയാണെന്ന് അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ചൈനയുടേത് ഈ സ്കോറ്, അതായത് TVR സ്കോറ് 63.8 നമ്മൾ 69.4. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചൈനയേക്കാൾ ബഹുദൂരം മുന്നിലാണ് നമ്മൾ. അവിടെ ഈ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് PLAAF എന്നാണ് അതിന് പറയുന്നത്. അവരാണ് ഈ ഇന്ത്യക്ക് തൊട്ടു പിന്നിൽ നിൽക്കുന്നത്. അവരുടെ റാങ്കിങ് ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് പിന്തുണ, ആക്രമണ പ്രതിരോധ ശേഷി, ഇതെല്ലാം വെച്ച് പരിശോധിച്ച് ഈ TVR സ്കോറ് നിർണ്ണയിച്ചിട്ട് പ്രത്യേക റാങ്കിങ് ആണ്, പ്രത്യേക രീതിയിലാണ് അവരിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പിന്നെ ഈ പ്രത്യേക ഫോർമുല ട്രൂ വാല്യൂ റേറ്റിംഗ് എന്ന പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് TVR സ്കോർ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ 69.4 ചൈന 63.8. ഇനി ചൈനയ്ക്ക് ഇന്ത്യയേക്കാൾ കൂടുതൽ വിമാനങ്ങളുണ്ട്, പക്ഷെ കാര്യമില്ല. അവരുടെ അവരുടെ ഈ സേനയുടെ സന്തുലിതാവസ്ഥയും യുദ്ധസന്നദ്ധതയും ഇന്ത്യൻ വ്യോമസേനയേക്കാൾ പിന്നിലാണ്. ഇതാണ് ഈ റിപ്പോർട്ട്. ഈ WDMMAയുടെ റിപ്പോർട്ടാണിത്, നമ്മൾ പറയുന്നതല്ല. റഫാൽ വിമാനങ്ങൾ തന്നത് ഫ്രാൻസാണ്. ഫ്രാൻസിനെ പോലും നമ്മൾ ആ വിമാനങ്ങൾ വെച്ച് പിന്തള്ളിയിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ പക്കലുള്ള റഫാൽ, സുഖോയ് 30, MKI, പിന്നെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ്, ഈ യുദ്ധവിമാനങ്ങളുടെ കരുത്ത്, മികച്ച പ്രതിരോധ മിസൈൽ സംവിധാനം, ഇതൊക്കെയാണ് നമ്മളെ ഈ നേട്ടത്തിന് അർഹമാക്കിയത്. ഇനി വരാൻ പോകുന്ന തേജസ് വിമാനം, ഇതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത്, ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയും. അതെ, ഈ കാര്യങ്ങളെല്ലാം വിമാനത്തിനെ ഒരു ഇലക്ട്രോണിക് ഫീൽഡിലുള്ള യുദ്ധത്തിന് സജ്ജമാക്കുക. അതായത് ശത്രുരാജ്യങ്ങളുടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതിരിക്കുക, അത് ശത്രു മിസൈൽ, ഇൻകമിംഗ് മിസൈൽസിനെ ആക്രമിച്ച് തകർക്കുക, തിരിച്ചറിയാനുള്ള വളരെ നേരത്തെ സെൻസറുകൾ, അതിനെ തിരിച്ചാക്രമിക്കാനുള്ള ഈ അസ്ത്ര മിസൈൽ അടക്കമുള്ള, പിന്നെ ഇസ്രായേലിൽ നിന്നുള്ള മിസൈലുകളൊക്കെ റഫാലിൽ. അതെ. ഇനി വേറൊരു രസകരമായൊരു കാര്യം കൂടിയുണ്ട്. നമ്മളോട് നിരന്തരം മത്സരിക്കുന്ന ഒരു രാജ്യമുണ്ടല്ലോ, പാകിസ്ഥാൻ. അവരുടെ വ്യോമസേന PAF ഈ പട്ടികയിൽ വളരെ പിന്നിലാണ്. അതായത് 46.3 അവരുടെ സ്കോർ, 18-ാം സ്ഥാനത്താണ്.
ഈ പാകിസ്ഥാനാണ് നമ്മളെ വെല്ലുവിളിക്കുന്നത്. എയർബസ്, നമ്മുടെ ബോയിങ് എയർബസ് ഒക്കെ നമ്മൾ പാട്ടത്തിനെടുക്കും, എയർ ഇന്ത്യ പാട്ടത്തിനെടുക്കാറുണ്ട്. അങ്ങനെ പാട്ടത്തിനെടുത്താണ് ഇൻഡിഗോ അടക്കം ഒരു സ്വന്തമായിട്ട് വാങ്ങിക്കുന്നത്, ലീസിനെടുത്താണ് ഓടിക്കുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാൻ എയർലൈൻസ്, എയർഫോഴ്സും അവരും ചൈനയിൽ നിന്നൊക്കെ പാട്ടത്തിന് അവിടെ പാട്ടത്തിനെടുക്കുന്ന വെച്ചാൽ അവർ ഇവിടുന്ന് പാട്ട വിമാനം ഈ പാട്ട വിമാനം കൊടുത്താണ് ഇവരെ സന്തോഷിപ്പിക്കുന്നത്. പാട്ടത്തിനെടുത്താൽ വിമാനം എടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഈ പറഞ്ഞ ഇന്ത്യ 6ാം സ്ഥാനത്തും ചൈന 7ാം സ്ഥാനത്തും വരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഗോള റാങ്കിങ്ങിൽ ആദ്യ 5 സ്ഥാനങ്ങൾ കൈക്കലാക്കിയത് അമേരിക്കയും റഷ്യയുമാണ്. അതിൽ അമേരിക്കയുടെ വിവിധ സൈനിക വിഭാഗങ്ങളുടെ വ്യോമശക്തി വെവ്വേറെയായിട്ടാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ കാരണം. 242.9 എന്ന അസാധ്യ സ്കോറോടെയാണ് US എയർഫോഴ്സ് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. വെറുതെ അല്ല. US നേവി 2ാം സ്ഥാനത്തും തുടരുന്നു. തൊട്ടു പിന്നിൽ 3ാമതായിട്ട് റഷ്യൻ എയർഫോഴ്സും 4ഉം 5ഉം സ്ഥാനങ്ങളിൽ യഥാക്രമം US ആർമിയും US മറൈൻ കോർപ്സും ഇടം പിടിച്ചിട്ടുണ്ട്. ഈ അമേരിക്കയുടെ ഇങ്ങനെ വിഭജിക്കപ്പെട്ട സേനാ വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ 3ാമത്തെ വ്യോമസേനാ ശക്തിയായി മാറുന്നത് ഇന്ത്യയാണ്. അങ്ങനെയാണ് ഈ കണക്ക് പോകുന്നത്. ജപ്പാൻ, ഇസ്രയേൽ, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ പ്രമുഖ ലോകശക്തികളെല്ലാം വ്യോമകരുത്തിൽ ഇന്ത്യക്ക് പിന്നിലാണ്. നിലവിൽ 1700-ലധികം വിമാനങ്ങളുള്ള ഇന്ത്യൻ വ്യോമസേന വരും വർഷങ്ങളിൽ തദ്ദേശീയമായ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതികളിലൂടെ തങ്ങളുടെ കരുത്ത് ഇനിയും വർദ്ധിപ്പിക്കും എന്നാണ് ഈ WDMMAയുടെ റിപ്പോർട്ടിൽ തുടർന്ന് തേജസിന് 2 വകഭേദങ്ങൾ വരാൻ പോവുകയാണ്. അത് ഈ 2026 ഒരു 18 എണ്ണമെങ്കിലും ഈ വർഷം അവസാനം നിർമ്മിക്കണം. ഇതിനൊരു തടസ്സം നിൽക്കുന്നത് ഈ അമേരിക്കയുടെ ജിയുടെ എഞ്ചിൻ നമുക്ക് കിട്ടുന്നില്ല. വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് ഒക്കെ റെഡിയായി. അല്ല, ബാക്കി ഇതിന്റെ ചെയ്സും മറ്റു കാര്യങ്ങളും ഈ നമുക്ക് ആകെയുള്ള ഒരു പ്രശ്നം എഞ്ചിനും സോഴ്സ് കോഡും. ഇത് രണ്ടുമാണ് നമുക്ക് തരാതെ അമേരിക്ക വെച്ച് കളിക്കുന്നത്. ഇത് രണ്ടും തന്നാൽ ഈ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ ഇത് കണ്ടുപിടിക്കുമോ, ഇതിന്റെ ടെക്നോളജി കണ്ടുപിടിക്കുമോ എന്നൊക്കെ ഇവർ ഭയപ്പെടുന്നുണ്ട്. അതേ ഭയം റഷ്യയ്ക്കും ഉണ്ട്. പക്ഷെ അത് ഇപ്പോൾ റഫേലുമായിട്ട് നമ്മൾ കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പല UK-യിലും ഒക്കെയുള്ള ചില ഈ വിമാന നിർമ്മാണ കമ്പനികളുമായിട്ട്, പോർ വിമാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുമായിട്ട് നമ്മൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ ദസാൾട്ട് ഏവിയേഷൻ, റഫേൽ നിർമ്മിക്കുന്ന ഫ്രാൻസിൽ, അവരുമായിട്ടാണ്. അവരിപ്പോൾ നിരവധി കാര്യങ്ങളിൽ നമുക്ക് വഴങ്ങിയിട്ടുണ്ട്. സോഴ്സ് കോഡ് തരാം, ടെക്നോളജി തരാം, ട്രാൻസ്ഫർ ഉണ്ട്. ടെക്നോളജി ട്രാൻസ്ഫർ. നമ്മുടെ ആവശ്യപ്പെട്ട ഒരു കാര്യം, നമ്മുടെ 82% മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതും ഫ്രാൻസ് അംഗീകരിച്ചു. അതിന്റെ അർത്ഥം എഞ്ചിൻ മിക്കവാറും ദസാൾട്ടിൽ നിന്ന് വരും. ബാക്കി അല്ല, എഞ്ചിൻ തന്നെ ദസാൾട്ടിൽ നിന്ന് എഞ്ചിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവിടെ വന്നിട്ട് അതിവിടെ അസംബിൾ, ദക്ഷിണേന്ത്യയിൽ ബാക്കി എല്ലാം ഇവിടെ നിർമ്മിക്കും. ഹൈദരാബാദിലോ അല്ല, അതിപ്പോ നമ്മൾ ഇവിടെ തന്നെ ഇപ്പോൾ HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വഴി ഇത് ടാറ്റ, L&T അങ്ങനെ പല കമ്പനികളുണ്ട്. അവർക്കാണ് ഇതിന്റെ പാർട്സുകൾ നിർമ്മിക്കാൻ കൊടുക്കുന്നത്. അസംബ്ലിംഗ് യൂണിറ്റ് HAL ആയിരിക്കും. റഫേലുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മള് പിന്നെ എയർഫോഴ്സിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടും വിമാനവാഹിനി കപ്പലില് പെട്ടെന്ന് ഒരു ക്വിക്ക് അറസ്റ്റ് ഉണ്ട്. അത് പെട്ടെന്ന് ഇറങ്ങുകയും പെട്ടെന്ന് പൊങ്ങുകയും. അത് മാത്രമല്ല, ഈ നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഇടക്കുകളിൽ ഈ വിമാനം കിടക്കുന്നത് പോലെ, ബങ്കർ കിടക്കുന്നത് പോലെ, ഈ ഹാങ്ങറിൽ കിടക്കുന്ന പോലെ വിമാനവാഹിനി കപ്പലിൽ കിടക്കാൻ പറ്റും. അതിന്റെ ചിറക് മടക്കണം. അതങ്ങനെയാണ്. അതായത് വിമാനം ഇങ്ങനെ അടുക്കി ഈ കപ്പലിനകത്ത്, കാരണം എങ്കിൽ മാത്രമേ സ്ഥലം കുറവാണ്. അപ്പോൾ അങ്ങനത്തെ റഫാൽ F-35 വിമാനങ്ങൾ അമേരിക്ക അവർക്കുണ്ട്. F-35 F-16 വിമാനങ്ങളും ഇതേപോലെ ഈ മറീൻ ടൈപ്പ് ഉണ്ട്. ഇതുമായി മത്സരിച്ചാണ് നമ്മുടെ റഫാൽ വിമാനങ്ങൾ കമ്പീറ്റ് ചെയ്തത്. അങ്ങനെ അതും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷകരമായൊരു വാർത്ത. പ്രത്യേകിച്ചും ചൈനയെ നമ്മൾ പിന്തള്ളി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യൻ വ്യോമസേന ചൈനീസ് വ്യോമസേനയെ പിന്തള്ളി 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നുള്ളത്. അമേരിക്ക ബഹുദൂരം മുന്നിലാണെങ്കിലും, അമേരിക്ക റഷ്യയും നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലാണെങ്കിലും
നമ്മുടെ നേട്ടം ചെറുതല്ല. അതിനിടയ്ക്ക് ആരുമില്ല. ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മൾ വൈകാതെ തന്നെ അതിന് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇന്ത്യയുടെ മുന്നിൽ വലിയൊരു സ്കോറാണ്. അമേരിക്കയ്ക്കും റഷ്യയും കഴിഞ്ഞാൽ വലിയൊരു സ്കോർ, ഒരു 100 കടന്നുള്ള സ്കോർ. പക്ഷേ ഇന്ത്യ ഈ ഒരു ഗ്യാപ്പിലേക്ക് മുന്നിൽ ആരുമില്ല, മറികടക്കാൻ ആരുമില്ല. നേരെ ഇന്ത്യ ഓടി കയറുകയാണ്. നമ്മുടെ മറ്റ് തേജസിന്റെ MK-1A 2 ടൈപ്പ് വിമാനങ്ങൾ എത്തുമ്പോൾ ഈ 2 വിമാനങ്ങൾ എത്തുന്നു. മറ്റൊന്നുകൂടിയുണ്ട്, റഷ്യയുടെ സ്റ്റെൽത്ത് 5 5th ജനറേഷൻ സുഖോയ് വിമാനങ്ങൾ, അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യ ഇപ്പോൾ നമുക്ക് സോഴ്സ് കോഡ് അടക്കം നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അല്ല, മുമ്പ് അവര് നമുക്ക് ഈ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ സോഴ്സ് കോഡ് തരാൻ തയ്യാറല്ലായിരുന്നു ആദ്യം. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ നിങ്ങളത് ഇവിടുന്ന് വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കാം. കാരണം നമ്മൾ റഫേലുമായിട്ട് കൂടുതൽ അടുത്തപ്പോൾ, റഫേൽ വാങ്ങാൻ വേണ്ടിയിട്ട് ദസാൾട്ട് ഏവിയേഷനും ഫ്രാൻസുമായിട്ട് നമ്മൾ കൂടുതൽ ചർച്ച നടത്തിയപ്പോൾ റഷ്യ, കാരണം ഇത് വലിയ രീതിയിൽ, അപ്പോൾ റഷ്യ പകരം ചില കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വിമാനങ്ങൾ നിർമ്മിച്ച് അവർക്ക് കൂടെ നിർമ്മിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ തയ്യാറാകുമോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം. എന്തായാലും അത് നമ്മുടെ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളൊക്കെ തമ്മിലുള്ള ഇടപെടലാണ്. അവിടെ അത് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. നമുക്കതിനകത്ത് ഒരു പ്രഡിക്ഷൻ നടത്താൻ സാധ്യമല്ല, ഒരു പ്രവചനം നടത്താൻ സാധ്യമല്ല. എന്തായാലും ഇന്ത്യൻ വ്യോമസേന കൂടുതൽ കരുത്താർജിക്കുന്നു, ബഹുദൂരം മുന്നിലേക്ക് പോകുന്നു. ഈ നമ്മുടെ തൊട്ടയൽപക്കത്ത് കിടന്ന് കുരയ്ക്കുന്ന പാകിസ്ഥാന് നമ്മുടെ സമീപത്തെങ്ങും എത്താൻ സാധിച്ചിട്ടില്ല. ആഗോള ശക്തി എന്ന് പറയുന്ന ചൈനയ്ക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പിന്നിൽ നിൽക്കാനേ കഴിയുന്നു. ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല. ഇന്ത്യൻ വ്യോമസേനയുടെ തൊട്ട് പിന്നിലാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നു. വലിയ രീതിയിൽ നമ്മൾ കുതിച്ച് മുന്നേറും. നമ്മുടെ മുന്നിൽ ഈ റഷ്യയും അമേരിക്കയും മാത്രമേ ഉള്ളൂ. അത് അവരാർജിച്ചിരിക്കുന്ന വ്യോമസേന കരുത്തിലേക്ക് ഇന്ത്യൻ വ്യോമസേനയും താമസിയാതെ പറന്നു ചെല്ലും എന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ നമുക്കുണ്ടായിട്ടുണ്ട്. നന്ദി, നമസ്കാരം.